സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഭയങ്കര നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇത്? യെസ്, ഇതാണ് എൻ്റെ ഗെയിമിംഗ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബൾക്കിംഗ് ഫുഡ്, പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബൾക്കിംഗ് ഷേക്കിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തരാമെന്ന്. അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ വർക്കൗട്ട് സെഷൻ പ്ലസ് ഇന്നത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. ഇപ്പോൾ ആക്ച്വലി ഞാൻ രാവിലത്തെ ഷേക്ക് ഞാൻ കുടിച്ചു. ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഒന്നുകൂടി ഷേക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വൈകിട്ട് കുടിക്കാം. വൈകിട്ട് കുടിക്കാന്നല്ല, നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. സോ എല്ലാ ദിവസവും രാവിലെ ഒരു 9:30 ആകുമ്പോഴത്തേക്കാണ് വർക്കൗട്ടിന് പോകുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇന്ന് വൈകിട്ടാണ് നമ്മുടെ വർക്കൗട്ട് വരുന്നത്. സോ നമുക്ക് എന്തായാലും പോയിട്ട് ഫുഡ് സംഭവങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ബൾക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസം ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മോർണിംഗ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു മോർണിംഗ് മീലാണ് എൻ്റെ ഏറ്റവും ഹാപ്പി മീല്. എന്താ, നമ്മുടെ ഈ ഷേക്ക് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വളച്ച് നീട്ടാതെ കാര്യങ്ങളോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഷേക്കിന് വേണ്ട സാധനങ്ങൾ ഗൈസ്: കാഷ്യൂ അല്ലെങ്കിൽ ആൽമണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ കാഷ്യൂ ആണ് എടുത്തേക്കുന്നത്. ദെൻ പിന്നെ ഡ്രൈ ബെറീസ്, അപ്പോൾ നമ്മൾ ഹാപ്പിലോടാണ് എടുത്തേക്കുന്നത്. ദെൻ വേ, അടുത്തത് ഗ്രീക്ക് യോഗേർട്ട്, റോൾ ഡോട്ട്സ്, അടുത്തതായി ബനാന, മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഞാലിപ്പൂവനാണ്. ഇതാണ് നമുക്ക് നല്ല ടേസ്റ്റും ഒരു ചെറിയ മധുരമൊക്കെ തരുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള പഴം എടുക്കാം നിങ്ങൾക്ക്, റോബസ്റ്റയോ ഞാലിപ്പൂവനോ ഏതാണെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ജാർ എടുക്കുക. 200 ഗ്രാം ബനാന നമ്മൾ ഇടുവാണ് ജാറിൽ. ഓക്കെ, ഇഷ്ടമുള്ള ബനാന എടുക്കാം കേട്ടോ. 200 ഗ്രാം ബനാന. ദെൻ ഒരു 150 ഗ്രാം ഗ്രീക്ക് യോഗേർട്ട്, 150 ഗ്രാം. ഗൈസ്, ഈ ഒരു ഷേക്കിന് ടോട്ടൽ വരുന്നത് 760, ഓൾമോസ്റ്റ് ഒരു 750-760 കാലറീസാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഷേക്കിന് വരുന്നത്. പിന്നെ നമുക്കൊരു 51-56 ഗ്രാം വരെ പ്രോട്ടീനും ഈ ഒരു ഷേക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 150 ഗ്രാം യോഗേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ ഡ്രൈ ബെറീസ്. ഏതിനാണോ വാങ്ങിക്കാൻ കേട്ടോ, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണെന്നൊരു വിശ്വാസം. ഒരു 1 സ്പൂൺ. ഓക്കെ, അടുത്തതായി 30 ഗ്രാം കാഷ്യൂ അല്ലെങ്കിൽ ആൽമണ്ട് എടുക്കാം. ഓക്കെ, 30 ഗ്രാം. ആൻഡ് ഓട്സ് 30 ഗ്രാം. ഷാർപ്പ്. ഇത്ര എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഐസ് ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നല്ല ഐസൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിടാം, അല്ലെങ്കിൽ ഇത് ഫില്ലായി പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്കിനി ഷേക്ക് അടിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇനി ഒരു 1 സ്കൂപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതി അതിൻ്റെ കൂടെ. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സപ്ലിമെൻറ്റ്സാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വേ പ്രോട്ടീനാണ് യൂസ് ചെയ്യുന്നതൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. സോ എന്തായാലും ഞാൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പറയാം. അതിന് മുന്നേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുള്ളിയോൺ ന്യൂട്രീഷൻ്റെ ഈ ഒരു ISO ആണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഇതിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ മസിൽ ബ്ലേസാണ് തുടങ്ങിയത്. മസിൽ ബ്ലേസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കട്ടിംഗ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ISOയിലോട്ട് മാറി ഡൈമറ്റൈസാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് സ്പൈസ് ന്യൂട്രീഷൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, സ്പൈസ് ന്യൂട്രീഷനിലെ നമ്മുടെ ഒരു ഫ്രണ്ട് ചേട്ടൻ തന്നെയാണ് ഇത്. സോ ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട്. ആൻഡ് ഗൈസ്, അപ്പോൾ നമുക്കിതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 സ്കൂപ്പ് ഓഫ് വേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് ടേസ്റ്റ് വൈസ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷേക്കിൻ്റെ കൂടെ അല്ലാതെ പ്ലെയിൻ ആയിട്ട് ഐസ് വാട്ടറിൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് എടുത്തേക്കുന്ന ഡോക്ടർ ചോയ്സിൻ്റെ മുസ്ലിയാണ്. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഒരു ടോപ്പിങ്സ് പോലെ ജസ്റ്റ് മുകളിൽ ഞാൻ ഇടാറുണ്ട് ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. ക്രഞ്ചിനെസ് കിട്ടും നമുക്കപ്പോൾ. ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് പോലെ ഒരു ഭംഗിക്ക്
കുറച്ച് ഇട്ട് കൊടുക്കാം. ഭംഗിയാണല്ലോ പ്രധാനം. ഓക്കെ, അപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് എനിക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ കമൻറ്റോ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ അത്രയും സന്തോഷം നമുക്ക്. അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞു കൊടുത്ത സാധനം ഇതുവരെ ആരും അങ്ങനെ ട്രൈ ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് ഒരു സാധനം പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷേക്ക്. ഞാൻ ഈ പറഞ്ഞു തന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം അറിയാലോ, ഞാനൊരു ഫിറ്റ്നസ് ആ ഒരു സെക്ഷനിലും ഒന്നും ഭയങ്കര എക്സ്പെർട്ടായിട്ടുള്ള ആളൊന്നുമല്ല. എനിക്കറിയാമെന്നുള്ള പോലെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇതിലൊക്കെ മിസ്റ്റേക്സ് ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പോൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പറഞ്ഞു തരിക. ആൻഡ് ലെറ്റ്സ് ട്രൈ. ഞാൻ ഓൾറെഡി കുടിച്ചതാണ്, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ. ഞാൻ ഓൾറെഡി എൻ്റെ രാവിലത്തെ ഷേക്ക് കുടിച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിച്ചതേ ഉള്ളൂ. കില്ലർ. അടിപൊളി ഗൈസ്. അതിനോടൊപ്പം ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് പ്രോട്ടീനും സംഭവങ്ങളൊക്കെ എടുക്കണമെങ്കിൽ സ്പൈസ് ന്യൂട്രീഷൻ്റെ പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്തോ. എനിക്ക് കമ്പാരിറ്റീവ്ലി പ്രൊമോഷൻ വൈസ് ഒന്നും ഞാൻ പറയുന്നതല്ല. കമ്പാരിറ്റീവ്ലി എനിക്ക് ഭയങ്കര പ്രൈസ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും എടുക്കുന്നുണ്ട് അവിടെ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ലൈക്ക് അവിടെ പ്രൈസ് അത്യാവശ്യം ഓഫർ സംഭവങ്ങളൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ്. നല്ല പ്രൈസിന് നിങ്ങൾക്ക് വേഗം സംഭവങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എബിൻ ബൈ, ടേസ്റ്റ് ദിസ്. ഇതെന്താ ഷേക്ക്? കുറച്ച് മുസ്ലിട്ട്. ഹലോ ഹലോ ജയ്. എനിക്കുണ്ടായി എന്നും ഉണ്ടാക്കി തരുമോ ഗൈസ്? അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എന്തൊക്കെ സപ്ലിമെൻറ്റ്സാണ് യൂസ് ചെയ്യണേ, ഏതൊക്കെ ബ്രാൻഡാ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഇതാണ് ഗൈസ് നമ്മുടെ ഷെൽഫ് വരുന്നത്. ഹൗ ഇറ്റ്സ് ലുക്ക് ലൈക്ക്. എൻ്റെ അടിപൊളിയല്ലേ ഗൈസ്? ഇത് എൻ്റെ മാത്രമല്ല, ഇതിൽ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇത് എൻ്റെ, എബിൻ്റെ, പിന്നെ ശ്രീത് ബ്രോൻ്റെ, ഞങ്ങളുടെ 3 പേരുടെയും സ്റ്റാക്കാണ് ഈ കാണുന്നത് നിങ്ങൾ. ആൻഡ് എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്നത് ഫിഷ് ഓയിൽ മസിബ്ലൈസിൻ്റെ ആണ്. അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് CFൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ വേ 1, 2, പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ വേ പ്രോട്ടീൻ. ഓക്കെ, സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യണ സപ്ലിമെൻറ്റ്സ്. പിന്നെ പിന്നെ ക്രിയാറ്റിൻ നമ്മൾ ഓണിൻ്റെ അൺഫ്ലേവേർഡ് ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് വൺ വെൽക്കോറിൻ്റെ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്കോ സംഭവങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലിങ്കിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അത്യാവശ്യം അറിയാമെന്നുള്ളത് തന്നെ ആയിരിക്കും ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള മീല് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ആയിട്ടുണ്ട്. ചിക്കൻ 250 ഗ്രാം, ബ്രോക്കോളി 100 ഗ്രാം, അതുപോലെ റൈസ് 100 ഗ്രാം, പിന്നെ കുക്കുംബർ 100 ഗ്രാം. ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ മീല് വരുന്നത്. ഒരു ദിവസം ഇപ്പോൾ ടോട്ടലി കാലറി ഇൻടേക്ക് 2000 ആണ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ജിമ്മിലോട്ട് പോകാം. ഇന്ന് നമുക്ക് ചെസ്റ്റ് ഡേ ആണ്. ഇന്ന് നമുക്ക് ചെസ്റ്റ് കില്ല് ചെയ്യണം. ഓക്കെ, സോ ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തുള്ള ഫുഡ്. 100 ഗ്രാം റൈസും ചിക്കനും എല്ലാം കൊണ്ട് ഇട്ടൊരു ബിരിയാണി സംഭവം പോലെ സെറ്റ് ചെയ്യാൻ നോക്കിയാണ്. മസാല കുറച്ച് ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അടിപൊളിയായി സെറ്റായെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ റെസിപ്പി പറയുന്നതായിരിക്കും, ഞാനും എബിനും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം. അതെ, വാ സൂപ്പർ ഗൈസ്. ഇങ്ങനൊരു ബിരിയാണി നിങ്ങളുടെ ലൈഫിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. കൊള്ളാം, അടിപൊളിയാണ്. എബിനാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയതെന്ന്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ റെഡിയാക്കിയിട്ട് പറയുമായിരിക്കും അല്ലേ എബിനെ? ട്രൈ ചെയ്ത് മാത്രം ആരും നോക്കല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ജിം. സോ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഹൗ ഈസ് മൈ ഹെയർ സ്റ്റൈൽ? നൈസ് അല്ലേ? കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. ജാക്കറ്റ് കിട്ടു. ഓക്കെ, ബൈ. ഹേയ്, ഹലോ ഗൈസ്, നമ്മൾ ജിമ്മിലെത്തി.
സോ ഗൈസ് നമുക്ക് വാമപ്പൊക്കെ ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ചെസ്റ്റ് ഡേ ആണ്, സോ പൊളിക്കണം. ആൻഡ് അതുപോലെ നമുക്കിതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങളായാലും അങ്ങനെ. അതായത് നിങ്ങൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കറിയാമെന്നുള്ള പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും വാമപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബേസ് ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതാണ് ശരിക്കും എൻ്റെ ബേസ്. അതായത് ഈ ഒരു 7 മന്ത് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ എൻ്റെ 3 മന്ത് ഈ ഒരു സെക്ഷനിലായിരുന്നു, ബോക്സ് ബേണിൽ. ഓക്കെ, സോ ദോ ഇരിക്കുന്നതാണ് നമ്മുടെ ബോക്സ് ബേണിലെ കോച്ചാണ് എബിനും ശ്രീത് ബ്രോയും പിന്നെ വൈശാഖ് ഉണ്ടായിരുന്നു, അങ്കിത, ദിൽഷാദ് ബ്രോ, അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവിടുത്തെ കോച്ചസായിട്ട്. നമ്മുടെ വെയിറ്റ് ലോസിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു സെഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് കാര്യമായിട്ട് എബിൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കൂല, എബിനെ പറ. ഇത് ശരിക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോകും അല്ലേ? അപ്പോൾ പറയണ്ടേ? ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് അല്ല, പറ ശരിക്കും. ബോക്സ് ബേണിൽ നമുക്ക് എൻ്റെ കാര്യം വെച്ചിട്ടാലും പറഞ്ഞാൽ മതി. കാരണം ഞാനെപ്പോഴും പറയുമല്ലോ എൻ്റെ ബേസ് ബോക്സ് ബേണാണെന്ന് ഞാൻ പറയാം. കാരണം എനിക്ക് ഇവിടെ 3 മാസം വർക്കൗട്ട് ചെയ്തിട്ട് അപ്പുറത്ത് പോയപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര ബെറ്ററായിട്ട് തോന്നിയത്. അതായത് എൻ്റെ ബോഡി ഫുള്ള് ഒരുമാതിരി തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു, ഫുൾ ടൈം ഇരുന്നിരുന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്കെന്താ ഭയങ്കര ഒരു ചേഞ്ച് ഫീൽ ചെയ്ത് ആ ഒരു 3 മാസം ആയപ്പോൾ തന്നെ. ലൈക്ക് അത് ഇപ്പം നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്കൗട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, നമ്മളവിടെ അപ്പുറത്തെ ഇപ്പുറത്തെ ഉള്ള ഒരു ഡിഫറൻസ്. അവിടെ കൂടുതൽ നമ്മൾ മസിൽ ഹൈപ്പോട്രോഫി ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ഡെയിലി ഫങ്ഷണലും ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പമാക്കാം. ഫങ്ഷണൽ ട്രെയിനിങ്, മൊബിലിറ്റി, അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് എല്ലാം ഇത് ചെയ്യും. നമ്മൾ എല്ലാം കവർ ചെയ്ത് പോകും. ഓക്കെ, ഈ പറഞ്ഞ ആനിമൽ ഫ്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യോഗയുടെ ഒക്കെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മൂവ്മെന്റ് ട്രെയിനിങ്ങാണ്. അതിപ്പം എല്ലായിടത്തും പഠിപ്പിക്കണമെന്നില്ല. വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ആനിമൽ ഫ്ലോ ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാലസ്റ്റിനിക്സിന്റെ വെയിറ്റ് ട്രെയിനിങ്, സാധാ ട്രെയിനിങ്ങിലും ഡിഫറെൻ്റ് ആണ് ബോഡി വെയിറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഇവിടെ ബോഡി വെയിറ്റ് ട്രെയിനിങ്ങും സാധാ വെയിറ്റ് ട്രെയിനിങ്ങും എല്ലാം കൂടി എൻ്റെ 10 കിലോ കുറഞ്ഞത് ഇവിടെ വർക്കൗട്ട് ചെയ്തപ്പോഴാണ്. ഇവിടെ 10 കിലോ കുറച്ചതിന് ശേഷമാണ് അപ്പുറത്ത് പോയിട്ട് ഒരു 13 കിലോ കുറച്ചത്. എന്താ അറിയോ, എല്ലാവരുടെയും പ്രശ്നം എല്ലാവരും പറയുന്നത് ഇപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പം ആളുകളുടെ വണ്ണം കുറക്കാനും വെയിറ്റ് കുറക്കാനും വേണ്ടി എന്തിനിങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ ആളുകളുടെ. പക്ഷേ നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ട്രെയിനിങ്ങിൻ്റെ, അതായത് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ആരും ഇട്ടിട്ടില്ല. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വിളിക്കുന്നില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ലോസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ഫോർമേഷന് വേണ്ടി വരുന്ന ആളുകളാണെങ്കിൽ കൂടെ ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു 1 ഇയറിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് പോകും. അതായത് അവർ സാധാ ഒരു ജിമ്മ് വിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് തുടങ്ങി. അതാണ് ഡിഫറൻസ്. ഞാൻ പിന്നെ ഡയറ്റും സംഭവങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയതുകൊണ്ട്, ആദ്യമേ ഡയറ്റും സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതാണ് ഷാമിനെ സംബന്ധിച്ചിടത്തോളം ഷാമി ഡയറ്റ് എടുത്ത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് പോയി. ഇവിടെ വരുന്ന മുക്കാഭാഗം ആൾക്കാരും ഡയറ്റ് എടുക്കണമെന്നില്ല. പക്ഷേ അവർ ട്രെയിൻ ചെയ്യിക്കുന്ന എന്നേലും ബെറ്റർ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. മനസ്സിലായോ? നമ്മൾ അവരെ പോയി ഒന്ന് പുഷ് ചെയ്തെടുക്കുക, രണ്ട് തട്ട് കൊടുക്കുക. പക്ഷെ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിലാണ് നമ്മുടെ കാര്യം. അതായത് അവരുടെ കാര്യങ്ങൾ എന്തോരം അവരെ ഹാപ്പിയാക്കി ചെയ്യാം, അത്ര റിസൾട്ട് കിട്ടും. ചിലവർ പറയുന്നത് എനിക്ക് മസിൽ ബിൽഡ് ആവുന്നു, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാനൊക്കെ. ചിലവർ പറയുന്നത് വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇനി മസിൽ വേണം. പക്ഷെ അവർ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നത് ഒരു 101% ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യും. അതാണ് ഡിഫറൻസ്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. സോ ഞാൻ നെബിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഹാൻഡ് സ്റ്റാൻഡൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്തേ ഗൈസ്, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ച എൻ്റെ ഹാൻഡ് സ്റ്റാൻഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഞെട്ടും എല്ലാവരും. ബ്രീത്തിൻ. അയ്യോ, സെറ്റാവും ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യണേ കാലസ്റ്റിനിക്സും കുറച്ച് പഠിക്കണം, ബോക്സിങ്, ആനിമൽ ഫ്ലോ, ഇതെല്ലാം
ഒരു സൈഡിൽ നിന്ന് കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വർക്കൗട്ടിലോട്ട് പോവാം. നമുക്കിന്ന് ചെസ്റ്റ് ഡേ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെസ്റ്റ് പ്രസ് സ്റ്റാർട്ട് ചെയ്യാം. 15, 15, 30, 50 സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് 8 റെപ്പ്. താഴെ പോയി, എന്തോ താഴെ പോയി, ഞാൻ മരിച്ചില്ല. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8. നമുക്ക് ഫസ്റ്റ് സെറ്റും ലാസ്റ്റ് സെറ്റും കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ഡ്യൂറേഷൻ കൂടിപ്പോകും ഗൈസ്. ഓക്കെ, ഫൈനൽ സെറ്റാണ്. ഫൈനൽ സെറ്റ് ഞാൻ മരിക്കും മിക്കവാറും. ഒരു 5 അടിച്ചാൽ കേട്ടോ. കാലിൽ രണ്ട് ടൈറ്റ് ചെയ്ത് പുറകിലോട്ട് ഇറക്കിക്ക്, നേരെയാക്കുക കാല്, നേരെയാക്കിയിട്ട് പുറകിലോട്ട് ഇറക്കുക. അപ്പോൾ കോഡ്സ് ടൈറ്റ് ആകുന്നില്ലേ, കാല് ടൈറ്റ് ആയില്ലേ, ഒരു ആർച്ച് വന്നില്ലേ, ഇച്ചിരി ഇറങ്ങി കിടന്നോടാ. എന്നിട്ട് അതന്നെ കാല് അവിടെ തന്നെ വെക്കും, എന്നിട്ട് ഇറങ്ങി കിടക്കും. ഓക്കെ, ഈസി. ഇത് ബാക്കി സ്ക്വീസ് ചെയ്തേ. ഓക്കെ, അത് ഇതിൻ്റെ അത് തന്നെ കഴിക്കുന്നു കേട്ടോ. 2, 3 മോട്ടിവേഷൻ പാട്ടാ. ഒരു 10 കൂടെ കയറ്റിയോ, 5 മണി കീറി. പിയർ അടിക്കാന്നാ, പിയർ അടിച്ചാലാ എന്ത് പറയുന്നത് ഗൈസ്? ഗോ ഫോർ PR. നമ്മൾ ഓരോ വീക്കിലും PR കയറ്റി പോകണം, എന്നാലും നമുക്ക് എന്തെങ്കിലും മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഒരു 3 റെപ്പ് അടിക്കാം അല്ലേ, അല്ലെങ്കിൽ 2 റെപ്പ് അടിക്കാം. 20, 30. പിന്നെ കണ്ണ് നേരെ ബാറിൻ്റെ ഇങ്ങോട്ടാണ്. അപ്പോൾ കാല് ഇവിടെ തന്നെ വെക്കുക, നീ ഇറങ്ങുക, ബോഡി ഇറങ്ങും. ഓക്കെ, ഇറങ്ങി. അപ്പോൾ ഇവിടെ ടൈറ്റ് ആയില്ലേ, ഇവിടെ ആർച്ച് ആകും. ആർച്ച് ചെയ്തിട്ട് ബാക്കി സ്ക്വീസ് ചെയ്യും. ഇതിൻ്റെ ബാക്കി അതിന്മേലെ താഴോട്ട് നോക്കി, താഴോട്ട് ഇങ്ങനെ ആക്കി, എന്നിട്ട് സ്ക്വീസ് ചെയ്യും. താഴോട്ട് അങ്ങനെ ആക്കി, താഴോട്ട് ഇങ്ങനെ ആക്കി, ഇങ്ങോട്ടാക്കി, എന്നിട്ട് സ്ക്വീസ് ചെയ്യുക വെച്ചു. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ആംഗിളായി. ഇനി നീ എത്ര വെയിറ്റ് ഇട്ട് കഴിഞ്ഞാലും മര്യാദയ്ക്ക് പുഷ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇതാ കറക്റ്റ് പൊസിഷൻ. ഇപ്പോൾ ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് ഒരു ബലം വരുന്നില്ല, ചെസ്റ്റ് ഫുള്ളായിട്ട് നിനക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. ഈസി പുഷ്. പത്രം പോണേ ഇനി PR അടിച്ചിട്ട് 90 kg അല്ലേ? അടുത്ത് നമ്മൾ 100 അടിക്കണം. 100. ഓക്കെ, പുഷ് ചെയ്യാം. പുഷ് ഈസി. 2, ലാസ്റ്റ് വൺ. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അതായത് കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇപ്പോൾ ഞാൻ ഈ ഒരു 7 മാസം ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ 7 മാസം എൻ്റെ ഈ ത്രൂ ഔട്ട് ദ ജേണിയിൽ ഞാൻ ജിമ്മിൽ വരാതിരുന്ന എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. മേ ബി ഒരു 2-3 ഡേയ്സ് ഒക്കെ ആയിരിക്കും ഞാൻ ഏറ്റവും മാക്സിമം ഞാൻ എന്താ പറയുക, ഈ ഒരു 7 മാസത്തിൽ ഞാൻ ലീവ് എടുത്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ജിമ്മിൽ വരും, വർക്കൗട്ട് ചെയ്യും. സോ നിങ്ങളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക ഗൈസ്. അടുത്ത് ഡംബൽ ഇൻക്ലൈൻ ആണ്. ഡംബൽ ഇൻക്ലൈൻ പ്രസ്.
ഗൈസ് നമ്മുടെ എയർസ് വന്നിട്ടുണ്ട്. ഹലോ ഇത് കണ്ട ആളിപ്പം ചെറിയ കളിയൊന്നുമല്ല കണ്ടത്. ഗൈസ് അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ ലാസ്റ്റ് സെറ്റ് അടിക്കാം. ഇൻക്ലൈൻ ലാസ്റ്റ് സെറ്റ്. ചത്ത് നല്ല ടയർഡായി. One, 2, 3. Wow. ബ്രോ കത്തി. യെസ്, നമ്മൾ അടുത്ത റപ്പിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പുഷ് ചെയ്യണം. ഗൈസ് അടുത്തത് പെഗ് ഫ്ലൈസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 50. One, 2, 3, 4, 5, 6, 7. ഗൈസ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഡയറ്റ് എടുക്കുമ്പോഴായാലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കോച്ച് പറഞ്ഞ ഡയറ്റാണ് ഞാൻ എടുത്തത്. സോ നിങ്ങൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് നിങ്ങളുടെ അതായത് ബോഡി മെറ്റബോളിസത്തിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് സെറ്റാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രെയിനറിനെ കണ്ടുപിടിച്ച് ആ ഒരു രീതിയിൽ പോവുക. ഇപ്പം എൻ്റെ അടുത്ത് കുറേ വെച്ച് ചോദിക്കുന്നുണ്ട്, ബ്രോൻ്റെ ബൾക്കിംഗ് ഡയറ്റ് ഉണ്ടായിരുന്നു, കട്ടിങ് ഡയറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഡയറ്റൊക്കെ നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി എൻ്റെ കട്ടിങ് ടൈമിലുള്ള ഡയറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വ്ളോഗിൽ, കഴിഞ്ഞ എൻ്റെ അങ്ങേ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഡയറ്റൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ബോഡി വെയ്റ്റിനും എൻ്റെ ഹൈറ്റിനും അല്ലെങ്കിൽ എൻ്റെ ബോഡി മെറ്റബോളിസത്തിനനുസരിച്ചിട്ടുള്ള ഡയറ്റാണ് ഞാൻ എടുക്കുന്നത്. കാരണം നിങ്ങളെ ഒരാൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഡയറ്റ് സെറ്റായി പോകത്തുള്ളൂ നിങ്ങളെ. സോ അത് നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെച്ചേക്കണം. ഇപ്പം നിങ്ങൾ ഒരാളുടെ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സോ ഇത് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾ എന്തായാലും നല്ലൊരു ഡയറ്റ് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബാക്കി ജങ്ക് ഫുഡ്സ് സംഭവങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ഡയറ്റിലോട്ട് വന്നത്. ആദ്യം ഡയറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ക്രേവിങ്സ് ഉണ്ടായിരുന്നു. സോ അതിനെക്കാട്ടിലും വലുതായിരുന്നു എനിക്ക് എൻ്റെ ഗോൾ. നിങ്ങളുടെ ഗോളിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക ഈ സാധനമെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിലവരുണ്ട് ഭയങ്കര ഷുഗർ ക്രേവിങ്സും അങ്ങനെയൊക്കെ ഉള്ളവർ. നിങ്ങളതിനനുസരിച്ച് എന്തെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ സെറ്റാക്കണം. എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ വർക്കൗട്ടും കൂടി ഉണ്ടായിരുന്നാലേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഗോളിലെത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെറ്റ് അടിക്കാം. കർത്താവേ, seven, 8. പോസിങ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ പോസ് ചെയ്യണം. ഫ്ലെക്സ്. ഓക്കെ ഗൈസ്, അടുത്ത് നമുക്ക് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാം. ബേസിക്കലി നമ്മളിപ്പോൾ ഈ ഒരു മന്ത് ഫുള്ള് ഒരു മസിൽ ഗ്രൂപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് പോണേ. നെക്സ്റ്റ് മന്ത് അത് മാറ്റുമായിരിക്കും. ശ്രീത് ബ്രോയിന് അത് അറിയാവൂ. ആൻഡ് നമുക്കിപ്പോൾ ആപ്സിന് വർക്കൗട്ട് ചെയ്യാം. കേബിൾ ക്രഞ്ചസും ലെഗ് റൈസും. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡു കേബിൾ ക്രഞ്ചേഴ്സ്. കുറച്ച് വെയിറ്റ് ഇടണം. ഓക്കെ, ആൻഡ് ഹോൾഡ്, സ്ക്യൂസ്. 1, 2, 3, 4, 5, 6,
മരിച്ചേ. കേബിൾ ക്രഞ്ചസ് കഴിഞ്ഞ് ഇനി ലെഗ് റൈസ് കൂടി. സോ ലെഗ് റൈസ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് റാപ്പ് ചെയ്ത് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. ലെഗ് റൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ഫുൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഇനി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. നല്ല ടയർഡായി. അപ്പോൾ വീട്ടിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു Q&A സെക്ഷനാണ്. Q&A സെക്ഷൻ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാനലിലൊരു പോൾ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ചോദിച്ചത് ഡയറ്റിനെ പറ്റിയാണ്. സോ ഡയറ്റിനുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതായത് എൻ്റെ കട്ടിങ് ഡയറ്റ്, അതായത് എൻ്റെ കട്ടിങ് ടൈമിലെ ഡയറ്റ് ആണെങ്കിലും ഞാൻ എൻ്റെ പ്രീവിയസ് വ്ളോഗ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ കട്ടിങ് ടൈമിലെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ചന്ദ്ര ഞാൻ 1.5 മാസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല, എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ ചോദിച്ചാൽ. അപ്പോൾ ബ്രോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രോ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ 1.5 മാസം ആയിട്ടുള്ളൂ ഈ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. മിനിമം ഒരു 3 മന്തെങ്കിലും ആവണം. നമുക്ക് ചേഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങണമെങ്കിൽ ഒരു 3 മന്തെങ്കിലും ആവണം മിനിമം. ബ്രോ ചോദിച്ച പോലെ ബ്രോ കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിച്ചില്ലേ, കണ്ടിന്യൂ ചെയ്യണം ബ്രോ. ഈ ഒരു ഫ്ലോയിൽ ബ്രോ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗെയിൻസ് ഉണ്ടാവുള്ളൂ. കീപ് ഗോയിങ് മാൻ. പിന്നെ ഞാൻ ഏത് പ്രീ വർക്കൗട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡൈനാമൈറ്റിൻ്റെ പ്രീ വർക്കൗട്ടാണ് യൂസ് ചെയ്യണേ. ഞാനത് എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല ആർക്കും. ഞാനത് എന്തെങ്കിലും ഹെവി വർക്കൗട്ട്സ് ഉള്ള ടൈമിൽ, ഇപ്പോൾ ലെഗിനോ അല്ലെങ്കിൽ ചെസ്റ്റ് ഡേക്കോ അങ്ങനെ നല്ല ഹെവി വർക്കൗട്ടുള്ള ഡേ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. എത്ര ദിവസം കൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്ത്, എത്ര കിലോ ലോസായി, ഹൈറ്റ് എത്ര? എൻ്റെ 170 ആണ് ഹൈറ്റ് വരുന്നത്. ബേസിക്കലി എനിക്ക് ഇങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ 7 month ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പ്ലാനിലല്ല ഞാൻ തുടങ്ങിയത്. എനിക്കൊന്ന് ബോഡി ഒന്ന് ആക്റ്റീവ് ആക്കണം, ബാക്ക് ടു നോർമൽ ആവണം, ഫ്ലെക്സിബിൾ ആവണം. അതായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. എൻ്റെ ബോഡി നല്ല രീതിയിൽ വാമപ്പായി അല്ലെങ്കിൽ നല്ല സെറ്റായി നോർമലായെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കയറിയതും പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയതും. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 80 kg ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വയറും ഉണ്ടായിരുന്നു എനിക്ക്. ബെല്ലിയൊക്കെ നല്ല ബെല്ലിയായിരുന്നു. അത്യാവശ്യം നല്ല ബെല്ലി ഉണ്ടായിരുന്നു. ഞാൻ 3 month കൊണ്ട് ഞാൻ 10 kg കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതായത് വെയ്റ്റ് ട്രെയിനിങ്ങിൽ ഞാൻ കുറച്ചത് ഓൾമോസ്റ്റ് 30 kg. ലാസ്റ്റ് എൻ്റെ 58 ആണ് എൻ്റെ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന എൻ്റെ വെയിറ്റ് 58. ആൻഡ് ഗൈസ്, നിങ്ങൾ ഈ വർക്കൗട്ടും ഡയറ്റും ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ, നിങ്ങൾ മെയിനായിട്ട് മടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റയടിക്ക് നിർത്തുന്നതുകൊണ്ടാണ് നിങ്ങളിതെല്ലാം മടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇപ്പം മധുരം ഒട്ടും കട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മധുരത്തിനോട് ഭയങ്കര ക്രേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര അതായത് വേണം, എന്നാലും അത്ര ക്രേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അപ്പോൾ അത്രയും ക്രേവിങ്സ് ഉള്ളവർ അതിനനുസരിച്ച് അതായത് ക്വാണ്ടിറ്റി കുറയ്ക്കണം. അതായത് മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിർത്തി അങ്ങനെ പോകാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മടുക്കും. അതുപോലെ തന്നെ ഫുഡായാലും. പിന്നെ ഭയങ്കര സന്തോഷമാണ് വേറൊരു കാര്യത്തിൽ, അതായത് നമ്മുടെ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആവുമെന്നും അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. മെയിൻലി ഋത്തിക് റോഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഡ്രീം ഫിസിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്താൽ വേറെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. വേറെ കുറേ നിങ്ങളുടെ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നിങ്ങളുടെ കോൺഫിഡൻസിലായാലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കീപ് ദാറ്റ് ഇൻ മൈൻഡ് എല്ലാവർക്കും. നമ്മളിപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു. സോ ഇന്ന് 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇന്ന് നമ്മുടെ കോച്ചിൻ്റെ, അതായത് ശ്രീജിത്ത് ബ്രോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് രാത്രി 12 മണിക്ക് കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. 50 gram റൈസ്, 100 gram ചിക്കൻ ആൻഡ് 100 gram കുക്കുംബർ പ്ലസ് 8 egg white. ഇതാണ് നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. നിങ്ങൾ എത്ര പേര് വീട്ടിൽ സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ട്? സത്യം പറഞ്ഞാൽ അമ്മമാരൊക്കെ കൂടെ ഉള്ളത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. സീരിയസ് ആയിട്ട് പറയണം. എത്ര പേർക്ക് എൻ്റെ വാല്യൂ അറിയുന്നുണ്ടോ ഇല്ല ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നാട്ടിൽ പോകുമ്പോഴായാലും ഞാൻ എൻ്റെ അമ്മയുടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജിമ്മിലൊക്കെ പോയിട്ട് ചത്ത് വയ്യ കൈ പോലും പൊങ്ങാണ്ട് വരുമ്പോഴത്തേക്കും ചെറിയൊരു അമ്മയുടെ ഹെൽപ്പ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമല്ലേ.
നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ചില കാര്യങ്ങളിൽ. എന്തുവാ ഇതുണ്ടോ? എന്തുവാ വേണോ? കുഞ്ഞു പീസ് കഴിച്ചോ. ഇവിടെ വീട്ടിൽ വേറൊരു പാൻ കൂടി ഉണ്ട്. എറസ് ഒരു ഹായ് കാണിച്ചേ. ഇത് നമ്മുടെ ലാസ്റ്റ് മീലല്ല, നമുക്ക് ഒരു മീൽ കൂടി ഉണ്ട്. ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സാധനങ്ങളാണ്. വാട്ടർമെലൺ ആൽമണ്ട് വേ. നമുക്കൊരു 30 ഗ്രാം ആൽമണ്ടും 1 സ്കൂപ്പ് വേയും വാട്ടർമെലണും 100 ഗ്രാം. ശ്രീത് ബ്രോനെ ജസ്റ്റ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം, കേക്കും ബാക്കി ഗിഫ്റ്റൊക്കെ. അപ്പോൾ ഇപ്പോൾ അമ്മു വരാമെന്ന് പറഞ്ഞ് അമ്മൂനെ കൂട്ടിയാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്. ഓക്കെ അങ്ങോട്ടോ. ബ്രൈറ്റ് ബി ആണ് ഗൈസ്. ഇതൊക്കെ നമ്മൾ ശ്രീത് ബ്രോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതുണ്ടോ ബ്രൈറ്റ് ടു ബി കല്യാണം എന്ന് മൂടായിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ട് വിഷയം എന്ന്. ഒരാളെ ബർത്ത്ഡേക്ക് എങ്ങനെയൊക്കെ അവരാധിക്കാൻ പറ്റുമോ അതല്ല നമ്മൾ ചെയ്യുന്നു. വയലോട്ടിക്കല്ലേ പുള്ളിയുടെ. നമ്മളപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് പൊക്കോണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. പ്രോട്ടീൻ ബാർ കുട്ടിക്കാണെങ്കിൽ തീരെ വയ്യ, കുട്ടിക്കാണെങ്കിൽ തീരെ വയ്യ, കിടക്കുള്ള റെസ്റ്റിങ്ങിനാണ്. അപ്പോൾ നമ്മളിപ്പം സമയം ഇപ്പം 10 മണിയാകാൻ പോവുക. 10:08. സോ നമുക്ക് നേരെ പോയിട്ട് ജിമ്മിൽ വെച്ച് സെറ്റ് ചെയ്യണം നമ്മളെ പ്ലാന്. സോ നമ്മൾ ജിമ്മിൽ പോയിട്ട് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. കേക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസ് നമ്മളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുൾ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ നടക്കൂല. അവർ പോയിട്ട് ഇപ്പോൾ എത്തും ഇങ്ങോട്ട്. എന്തൊക്കെയാണ് കാണിക്കണേ? അയ്യോ ഒരു ഞാനിവിടെ നോക്കിയോട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday. I am engineer and dreamer. Wow. അങ്ങനെ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. ആൻഡ് നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും സംഭവങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കല്ലേ. നമ്മൾ റോഡ് 250K ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അടുത്ത വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ.